ഹായ് ഗൈസ്, ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ BDF ആണ്. ഉണ്ടാക്കുന്നത് വാപ്പാണ്. ഇന്ന് വാപ്പ അടുക്കള ഏറ്റെടുത്തേക്കുവാണ്. ആദ്യം നമ്മുടെ BDFനുള്ള ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുക്കറിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒരു 4-5 വിസിലെങ്കിലും അടിക്കണം. ഇനി ബീഫ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫ് കട്ട് ചെയ്തത് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ തൊലിച്ച് വെക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇനി മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി നമ്മുടെ ബീഫിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിടുന്നത് നമ്മുടെ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മുടെ പാനിലോട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ BDF നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റുകയാണ്. അതിൻ്റെ കളർ തന്നെ ഇപ്പം മാറിക്കഴിഞ്ഞ്. അങ്ങനെ നമ്മുടെ BDF ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഗൈസ്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.